ലൈഫ് ഓഫ് ഇച്ചാപ്പു. അവർക്ക് ഇതിൻ്റെ ചാനൽ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. ഗൈസ്, ഇതാണ് തഞ്ചാവൂരിലെ ടൂറിസ്റ്റ് സ്പോട്ട്സ് കേട്ടോ. ഈ ലിസ്റ്റ് വേണമെങ്കിൽ നോക്കി വെച്ചോ. തഞ്ചാവൂർ വരുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഇവിടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് റൂട്ട് മാപ്പ്. ഗൈസ്, പണി പാടിയിട്ട് കാലിൻ്റെ തൊലി പോയിരുന്നു. ഈ പൊള്ളണ ചൂടാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെരിപ്പില്ലാണ്ടേ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടു നിർത്തിയ സ്ഥലത്ത് നിന്ന് ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം തമിഴ്നാട്ടിലെ തഞ്ചാവൂരുള്ള ബൃഹദീശ്വര ടെമ്പിളിൻ്റെ മുന്നിലാണ്. ബൃഹദീശ്വര ടെമ്പിൾ അഥവാ പെരിയ കോവിൽ, അതും അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കവാടത്തിന് മുമ്പിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലസിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് പോയി കാണുക. നമ്മൾ വന്ന റൂട്ടും കാര്യങ്ങളും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് എത്ര ടോട്ടൽ എമൗണ്ട് ആയി എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഗേറ്റിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. മറാത്ത ഗേറ്റ് ഫസ്റ്റ് കവാടത്തിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കവാടം കയറാൻ പോവുകയാണ്. ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കവാടം കഴിഞ്ഞ് അവിടെ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളുണ്ടായി. ഇപ്പോൾ സെക്കൻഡ് കവാടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് കവാടത്തിൻ്റെ അവിടെ തന്നെയാണ്. ഒരു ചെറിയ പ്രശ്നം പറ്റി. നമ്മുടെ ഐഫോണിൻ്റെ സ്പേസ് തീർന്നു പോയി. അതാണ് ഫോണിൻ്റെ പ്രശ്നം. സ്റ്റോറേജ് ഇല്ല. ഇതൊക്കെ ഇതിവിടെ കണ്ടോ നമ്മുടെ ബൃഹദീശ്വര ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള തഞ്ചാവൂർ ആൻഡ് ചോളാസിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ടെമ്പിളിൻ്റെ ഫുള്ള് റൂട്ട്, അതായത് ഫസ്റ്റ് കവാടങ്ങൾ കാണിക്കുക 1, 2, 3, അത് കഴിഞ്ഞ് 4-മത്തത് നന്ദി പ്രതിമയിരിക്കണം അവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ കോവിൽ. അങ്ങനെയാണ് കേട്ടോ ഇവിടെ വെച്ചേക്കണത്. ഗൈസ്, നമ്മളങ്ങനെ 3-മത്തെ കവാടം എത്തിയിട്ടാണ്. 3-മത്തെ കവാടമാണ്. അപ്പോൾ ഇവിടെ ചെരുപ്പ് ഷൂ ആണെങ്കിലും നമ്മളിത് ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് ഇവിടെ. അതിനുള്ളിൽ വെക്കണം. പക്ഷെ എൻ്റെ മോനെ എന്താ സീനറി നോക്ക്. ഗൈസ്, നമ്മൾ ഇതേപോലെ അവിടെ അതിനുള്ളിൽ ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ പോയിട്ട് 5 രൂപ കൊടുത്തിട്ട് ചെരുപ്പൊക്കെ അവിടെ വെക്കണം. ചെരുപ്പില്ലാണ്ട് വേണം കണ്ട പോകാനായിട്ട്. എന്നാലും അവിടെ കയറ്റി വിടുള്ളൂ. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് നമ്മുടെ 3-മത്തെ കവാടത്തിൻ്റെ അവിടെ ഇനി ബാഗ് കയറ്റുമോ നോക്കണം. ഞാൻ ബാഗ് തോളത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കയറ്റി വിടുമോയെന്ന് അറിയില്ല. ബാഗും വെക്കേണ്ടി വരുമോയെന്ന് അറിയില്ല. നൈസായിട്ട് കയറി നോക്കട്ടെ. പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ബാഗ് വെക്കട്ടെ. ഐഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു. പക്ഷേ ഭയങ്കര കഷ്ടമാണ്. ഈ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ വാങ്ങിയില്ലെങ്കിൽ പെട്ടുപോയേനെ. നമ്മളിതൊരു മാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മാറ്റിൽ കൂടെ വേണം നടക്കാൻ. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിലെ തൊലിയൊക്കെ അവിടെ ഇരിക്കും. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു നന്ദി വിഗ്രഹം ഉണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രം കേട്ടോ. ഇതൊരു ശിവക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം വിശദമായിട്ട്. നമ്മുടെ പെരിയ കോവിലിൻ്റെ ചരിത്രം. നിങ്ങളാരുമില്ലേ ഉച്ചക്ക് ഒരിക്കലും ഇവിടെ വരരുത്. ഒന്നില്ലെങ്കിൽ രാവിലെ വന്നും അല്ലെങ്കിൽ വൈകുന്നേരം വന്നും. നല്ല സുഖം. നട്ടൊച്ച വെയിലത്താണ്ടേ വന്നേക്കണത്. നമ്മുടെ ക്ഷേത്രം. എൻ്റെ പൊന്നു ഗൈസ്, നിങ്ങൾ ഒരിക്കലും ഇല്ല ഇവിടെ ഉച്ചക്ക് വരരുത്. പുറകിലത്തെ വെയിൽ നോക്കി. എൻ്റെ പൊന്നു, രക്ഷയില്ലാത്ത വെയിലാണ്ടോ. കാലടിയിലില്ലേ. ചെരുപ്പില്ലാണ്ട് വരില്ല. ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇവിടെ ഇച്ചിരി തണല് പിടിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് പ്രശസ്തമായ ഒരു ക്ഷേത്രം നിങ്ങളുടെ മുന്നിൽ കാണിക്കാനാണ്. ഇത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം അഥവാ പെരിയ കോവിൽ എന്നും ബിഗ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രം രാജരാജ ചോഴൻ 1010 നിർമ്മിച്ചത്. തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ശക്തിയും ദൈവവിശ്വാസവും ലോകത്തിന് മുന്നിൽ തെളിയിക്കാനായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. മാത്രമല്ല ശിവനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയും വലിയൊരു കാരണമായിരുന്നു. 66 മീറ്റർ ഉയരമുള്ള
ഗോപുരവും അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന 81 ടൺ ഭാരമുള്ള കലശവുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഈ 81 ടൺ ഭാരമുള്ള കലശം ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഈ ക്ഷേത്രം മുഴുവൻ ഗ്രനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അക്കാലത്ത് യാതൊരുവിധ മോഡേൺ മെഷീനറീസും ഇല്ലാതിരുന്ന കാലത്ത് ഈ കലശം എങ്ങനെ മുകളിൽ എത്തിച്ചിരുന്നത് എന്നും ഒരു അത്ഭുതകരമായ തെളിയിക്കാനാകാത്തൊരു സത്യമായി നിലനിൽക്കുന്നു. ഇവിടെയുള്ള പ്രധാന വിഗ്രഹം നന്ദി വിഗ്രഹമാണ്. ഇത് ഏകദേശം 25 ടൺ ഭാരം വരും, 2 മീറ്ററോളം ഉയരം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രനൈറ്റ് നന്ദികളിൽ ഒന്നാണ് കേട്ടോ. പെരിയ കോവിൽ ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൻ്റെ ഉന്നതമായ ഒരു ഉദാഹരണമാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഈ ക്ഷേത്രം ഉൾപ്പെട്ടിരിക്കുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഭക്തിയുടെയും കലയുടെയും ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഒരു അത്ഭുതമാണ് പെരിയ കോവിൽ. ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നൊന്ന് സന്ദർശിക്കേണ്ടതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ചരിത്രപരമായ പഠനത്തിനും ഇത് വളരെയധികം ഉപകാരപ്പെടും. ഞാൻ ഈ ക്ഷേത്രം ഒരുപാട് നാളായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് എനിക്കിതിന് സാധിച്ചത്. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായും ഒന്ന് പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണ്. നമുക്കിവിടെ ശിവലിംഗം കാണാം കേട്ടോ. ശിവലിംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശിവലിംഗമാണ്. ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇവിടെ ഈ ബൃഹദീശ്വര ടെമ്പിളിൽ അല്ലെങ്കിൽ ഈ പെരിയ കോവിലിൽ നിങ്ങൾ വരണം. കാരണം ഇത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഭവം ഉണ്ട് ഇവിടെ. കാരണം അത്രയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് വലിപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം അത്രയും വലിയ ഒരു ഗോപുരവും അതിൻ്റെ മേളിൽ ഉള്ള ഒരു എന്താ പറയുക ശിഖരമൊക്കെ കാണാനായിട്ട് എന്ത് വലിപ്പമാണെന്നറിയോ. ഇങ്ങനെ തന്നെ നോക്കിയിരിക്കണം. കാരണം ഇവിടെ എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും വരണം. ഒരു ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. ഒരു 1 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടു വന്ന് പോകാൻ വേണ്ടി പറ്റും. എനിക്ക് ഫോട്ടോ എടുത്തു തന്നത് ഇവരാണ്. യൂട്യൂബേ ഒരു ഹായ് ഇവർ എനിക്ക് ഫോട്ടോ എടുത്തു തന്നത് ഇവരാണ് കേട്ടോ. താങ്ക്സ്. യൂട്യൂബാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മാർ വിചാരിക്കില്ല എന്താന്ന്. നെയ്മാ ലൈഫ് ഓഫ് ഇച്ചാപ്പു. അവർക്ക് ഇതിൻ്റെ ചാനൽ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. ഗൈസ് തഞ്ചാവൂർ വന്നിട്ട് പെരിയ കോവിലിൻ്റെ മുമ്പിൽ നിന്ന് സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നമുക്ക് വന്നപ്പോൾ തന്നെ ഒരു സബ്സ്ക്രൈബർ പണിപാളി. ഗൈസ് പണിപാളിയിട്ട കാലിൻ്റെ തൊലി വീഴുന്നു. ഈ പൊള്ളണ ചൂടാണ് കേട്ടാ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെരിപ്പില്ലാണ്ടേ എല്ലാവരും സമ്മതിക്കണുണ്ട്. ഇവരെങ്ങനെ നടക്കണമെന്നാണ് ഞാൻ ആലോചിക്കണം. ഇവരൊക്കെ ഈ അമ്മൂമ്മേ അമ്മാതിരി ചൂട് എനിക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തൂണുകൾക്കിടയിൽ കൂടെ വരാന്തയിൽ കൂടെ ശിവലിംഗമൊക്കെ കണ്ടുകൊണ്ട് നടക്കുവാണ്. ഗൈസ് ഇതേപോലെ കല്ലുകളിൽ തൂണുകളുടെ കല്ലുകളിൽ ഒക്കെ ഇങ്ങനെ കൊത്തെഴുത്തുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ എഴുത്തും ഇതൊക്കെ ഉണ്ട്. എനിക്കിത് എന്താണെന്ന് അറിയില്ല. എല്ലാ തൂണുകളിലും ഉണ്ട്. എൻ്റെ പൊന്നു കൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാ നിലത്തിങ്ങനെ ഇരുന്ന്. എൻ്റെ പൊന്നോ ചൂട് എന്ന് പറഞ്ഞാണ്ടല്ല കാലത്ത് ഉലി പോയിട്ടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂട് ചുട്ടുകൊള്ളണ ചൂടാണ് കേട്ടോ. അതിൽ കല്ലും കൂടെ ആയതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങളാരും ഉച്ചക്ക് വരരുത്. ഒന്നിലേക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അതാണ് പെർഫെക്റ്റ് സമയം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കാലൊക്കെ പൊള്ളി കൂടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതേ ഒരു മച്ചാനെ കണ്ട്. മച്ചാനെ ഹായ് പറഞ്ഞേ. തൃശ്ശൂരുണ്ട്. പേരെന്താണ്? അഭിജിത്ത്. പുള്ളി സോളോ ആയിട്ട് വന്നേ. പക്ഷെ ബ്ലോഗും കാര്യങ്ങളൊന്നും അല്ല, സോളോ ആയിട്ട് വന്നേണ്ട. അപ്പോൾ പുള്ളിയുടെ കാര്യം പൊള്ളിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ല 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 ചൂടല്ലേ? ഈ ടൈമിൽ വന്നാൽ പെടും. അമ്മാതിരി ചൂടാണ്. എൻ്റെ പൊന്നോ. വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വരാം. ഞാൻ ഇപ്പം എന്തായാലും ഇവിടുന്ന് കോവിലിൽ നിന്ന് ഇറങ്ങാണ്. ഇനി പാലസിൽ പോകണം. അപ്പോൾ പാലസിലെ കഴിച്ചതാണ്. അപ്പം ഞാനും അഭിജിത്തും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പോകാൻ നേരത്താണ് ഇവനെ കണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു പാലസിലേക്ക്. അവൻ ഇന്നലെ വന്നതാണ്. അപ്പോൾ പാലസിലേക്ക് പോയി കഴിഞ്ഞാൽ 1:30 1:30 ആകുമ്പോഴാണ് അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. 12:30 തൊട്ട് 1:30 വരെ ലഞ്ച് ബ്രേക്കാണ്. അത് കഴിഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ 1 മണി ആയിട്ടില്ല, 12:45 ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളത് ഇവിടെ ഇരിക്കുകയാണ്.
അടിപൊളിയാണ് കേട്ടോ. അമ്പലം വൈബിലേ. ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ഒരാൾ വന്ന് കാണണം ഈ സ്ഥലം, ഫസ്റ്റായിട്ട് കാണണം. അപ്പോൾ പാലസും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ആ വീണ നിർമ്മിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതും കൂടെ കാണിക്കാം. അങ്ങോട്ട് പോണ ഇച്ചിരി ടാസ്കാന്ന് തോന്നുന്നു. അവിടെ ഒരു പട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് ഇച്ചിരി ഡേഞ്ചറാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പട്ടികളി വാങ്ങിക്കേണ്ട അവസ്ഥയാണെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. കണ്ണട വെച്ചിങ്ങനെ പ്രദർശനമൊന്നും അല്ല കേട്ടോ, ഭയങ്കര വെയിലാണ് ഇവിടെ. വെയിലും അത് കാലിൻ്റെ തൊലിയും പോയിരിക്കണം. ഒരു ചൈനക്കാരി അവിടെ ശ്വാസം മുട്ടി അവിടെ കിടപ്പുണ്ട് നിലത്ത്, ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് ഹാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കും നിങ്ങൾ, കാരണം ഞാൻ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ അവിടെ നിന്ന് മറ്റേ നമ്മുടെ പാലസ് വരെ നടന്നാണ്ട പോണത്. അതായത് ഷെയർ ഓട്ടോ നോക്കി കുറച്ച് നേരം നിന്ന്, പക്ഷേ ഷെയർ ഓട്ടോ ഒന്നുമില്ല. ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ 60-70 പറയുന്നുണ്ട്. അത് കാരണം ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് വെച്ച് പിടിച്ച് നടന്നു. ഒരു 3 കിലോമീറ്ററിന് മേളിൽ കടന്നു കാണും. 3 കിലോമീറ്റർ കടന്നു കാണും. നല്ല നടപ്പുണ്ട് കേട്ടോ, പക്ഷെ നടക്കണതിന് വിഷയമൊന്നുമില്ല. നമ്മൾ 10 കിലോമീറ്ററൊക്കെ നടക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലാണ്, നല്ല തിരക്കുണ്ട്. അപ്പം തഞ്ചാവൂരിൻ്റെ തെരുവുകളിൽ കൂടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ് ലക്ഷ്യമാക്കിയാണ് പോണത്. പാലസ് ഇവിടെയാണ്. ഞാൻ ഓർക്കണം പെരിയ കോവിലിൽ നടക്കണേണ്. ശരിക്കും വെയിലില്ലെങ്കിൽ സുഖമായിട്ട് നൈസായിട്ട് സൈഡ് പിടിച്ച് നടക്കാം. ഇവിടെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്കാരനെ എന്നെ തട്ടിക്കൊണ്ട് പോയത് ഇപ്പം. കൈസ് ഞാൻ ബാഗ് എടുത്ത് 2 വള്ളി ഷോൾഡറിൽ മര്യാദക്ക് ഇട്ട് ഒറ്റ ഷോൾഡറിൽ ഇട്ടിട്ട് ഒരുത്തന്നെ അതും തോണ്ടിക്കൊണ്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ എന്നെ ബാഗും കൊണ്ട് പോണ്. ഇവിടെ സൂക്ഷിച്ചടന്നില്ലെങ്കിൽ ഉമാരി എന്നെയും കൊണ്ടുപോയിനിപ്പോൾ. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഒറ്റ ഷോൾഡറിലെ ബാഗ് ഇട്ടിരുന്നേ, ഒരു ബൈക്കുകാരൻ അതിൻ്റെ ഹാൻഡിൽ കൊളുത്തിക്കൊണ്ട് പോകണം എൻ്റെ ബാഗ്. അതുകൊണ്ട് ഞാൻ എടുത്ത് 2 ഇട്ടു. ഇനി ഇച്ചിരി ഇവിടെ നടക്കാനുണ്ട് കേട്ടോ, ഞാനവിടെ എത്തിയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ പോകണം അത്ര സേഫ് അല്ല. ഗൈസ് അങ്ങനെ ഒരു 4-4.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. 4 കിലോമീറ്റർ മേളിൽ എന്തായാലും നടന്നിട്ടുണ്ട്. തഞ്ചാവൂർ പാലസിലെത്തി. അങ്ങനെ എൻ്റെ പൊന്നു നടന്ന് വരാൻ കാരണം എന്താണെന്നറിയോ? ഷെയർ ഓട്ടോ കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ വിചാരിക്കും നക്കിത്തരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ബഡ്ജറ്റാണ് ട്രാവലിംഗ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേ എൻ്റെ ഒരു 10-30 രൂപ ലോസ്റ്റായി പോയി. അപ്പോൾ ഞാൻ അത് സേവ് ചെയ്യാനും കൂടിയാണ് നടന്നു വന്നത്. മനസ്സിലായി? നമ്മൾ ഒരു 500 രൂപ ആ റേഞ്ചാണ് ടിക്കറ്റ് ടോട്ടൽ ഒരു ബഡ്ജറ്റ് ഇട്ടേക്കണത്. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അത് ഞാൻ സ്ലീപ്പർ എടുത്തെന്നുള്ളൂ. നിങ്ങൾക്ക് ജനറലിൽ വന്നാൽ 300 രൂപ അപ്പ് ആൻഡ് ഡൗൺ വന്ന് പോവാം. അപ്പോൾ ഒരു 500-600 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തഞ്ചാവൂർ പോയിട്ട് വരാം. അതിപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കഴിച്ചതാണ്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. അകത്തുള്ള എൻട്രി ഫീസ് ഗൈസ് 50 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് പാലസിനുള്ളിൽ കയറാനായിട്ട്. ക്യാമറക്ക് സെപ്പറേറ്റ് ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഗൂഗിൾ പേ അവർ എടുക്കൂല, ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ. അത് കാരണം ഞാൻ പറഞ്ഞു 50 രൂപയുടെ മതി എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് വന്നേക്കണേ. ഗൈസ് ഇതാണ് സരസ്വതി മഹാൽ ലൈബ്രറി കേട്ടോ, മറാത്ത പാലസിൽ.
അതിൻ്റെ മേളിൽ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട് മുകളിലായിട്ട്. കണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട്. ഇത് നമ്മുടെ കയറി വന്നില്ലേ ആർട്ട് ഗാലറി, അതിൻ്റെ മുകൾ ഭാഷം ഉണ്ടാ. ആർട്ട് ഗാലറിയുടെ മുകളിൽ വരുമ്പോൾ തഞ്ചാവൂർ മാർക്കറ്റ്, അതേപോലെ തന്നെ കല്യാണ മഹൽ, ഛത്രം, അങ്ങനെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലെ ഫോട്ടോ, രാജഗോപാല, കനോൺ ഓഫ് തഞ്ചാവൂർ, അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. വെസ്റ്റ് മെയിൻ സ്ട്രീറ്റ് തഞ്ചാവൂർ, അങ്ങനെ ഒരുപാട് ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെയിൽ ബോൺ ഉണ്ട് ഇവിടെ, ബോൺസ് ഓഫ് വെയിൽ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വായിച്ചു നോക്കാം. വലിയൊരു വെയിലിൻ്റെ ഒരു ബോൺ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു കാമായിട്ടുള്ള സ്ഥലം. കണ്ട് റോയൽ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമുക്കിനി വീണയുടെ സ്ഥലത്തും കൂടെ, വീണ നിർമ്മിക്കുന്ന സ്ഥലത്തും കൂടെ പോയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. വൈകുന്നേരം 6:30ക്കാണ് ട്രെയിൻ. ഇത് ആ കാണുന്ന ചെറിയ വഴി കൂടെയാണ് നമ്മൾ മേളിലേക്ക് പോയത്. ആർട്ട് ഗാലറിയുടെ ഉള്ളിൽ തന്നെയാണ് വഴി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അത് പൂജ വെസൽസ്, പഴയകാലത്തെ പൂജ ചെയ്തിരുന്ന ഇതൊക്കെയുണ്ട് ഇവിടെ വെച്ചിരിക്കണം. കൊള്ളാതൊക്കെ നല്ലൊരു എന്താ പറയുക, വിൻറ്റേജ് ആണല്ലോ ഫുള്ള്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒച്ചേനെ ഉണ്ടാക്കാൻ പാടില്ല, അപ്പോൾ അതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കണ്ട് പോവാം. നമ്മുടെ ബിഗ് ടെമ്പിളിൻ്റെ ഇത് മിനിയേച്ചർ. ഇവിടെ ഷൂട്ടിങ് അലൗഡാണെന്നൊന്നും അറിയില്ല. ഇനി പുറത്തിറങ്ങുമ്പോൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുമെന്നും അറിയില്ല. എന്തായാലും ആരും ഷൂട്ട് ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല, എഴുതിയും വെച്ചിട്ടില്ല. അതാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോവാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് നോക്ക്. ആ ശില്പികളൊക്കെ കണ്ടോ? എന്തടിപൊളിയല്ലേ, നല്ല വർണ്ണശബലമായ സ്ഥലം. ഞാൻ ഫോട്ടോ എടുത്തോട്ട് ചോദിച്ചു, അപ്പോൾ അവർ സമ്മതിച്ചു, വീഡിയോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നോക്ക്, എൻ്റെ പൊന്നോ, എൻ്റെ ഐഫോൺ ചാർജ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഷൂട്ട് ചെയ്യണുണ്ടോ? വൈഡ് ഇത്ര കിട്ടണം, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടിയേനെ. ഇതുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നോക്ക്. ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണ്ടോ. തഞ്ചാവൂർ വന്ന ഈ പാലസും ഈ ആർട്ട് ഗാലറിയും ഒന്ന് മിസ് ചെയ്യരുത്, കാരണം അത്രയും അടിപൊളിയാണ് കേട്ടോ. ഗൈസ് ഇവിടെ ഇല്ലേ പഴയ കണ്ടോ, നെതർലാൻഡ്സ് കോപ്പർ കോയിൻസ് വെച്ചൊക്കെ കണ്ടോ. ഓരോ ഇതിലെ ഈസ്റ്റ് ഇന്ത്യ കോപ്പർ കോയിൻ 1804, അങ്ങനെ ഓരോരോ കോയിൻസ് വെച്ചേക്കണ്ട്. കോപ്പർ കോയിൻസ്, രാജരാജ ചോള കോപ്പർ കോയിൻസ്, അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് ലേബിളൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നു. കണ്ടോ ഓരോ പഴയ കാലത്തെ കണ്ട 1741 1751 കോപ്പർ കോയിൻസ്. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ബുർമ കോയിൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോയിൻ. ഒരു ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ മസ്റ്റായിട്ട് കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു സ്ഥലമാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ ആയാലും ഈ മറാത്ത പാലസ് ആയാലും അതിൻ്റെ ഉള്ളിലെ ഈ ആർട്ട് ഗാലറി ആയാലും എല്ലാം വന്ന് കൊണ്ട് കാണിക്കണം. കാരണം അത്രയ്ക്ക് ഇവിടെ പഠിക്കാനും കാണാനും ഉണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയത് ഇവിടെ നാട്ടെ നായക്സ് ദർബാർ ഹാൾ, ബ്രോൺസ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കയറാം, നട്രാജ ഹാൾ. അവിടെ ഇനി എങ്ങനെയാണോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെയും കുറേ ഇതുണ്ട് കേട്ടോ, ഷൂട്ട് ചെയ്യാനൊന്നും കുഴപ്പമില്ല. അതേ നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിന്നാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പതുക്കെ ഇറങ്ങുന്നത്. നമ്മളത് കണ്ടിട്ട് ഇത് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഓഡിയോ വിഷ്വൽ ലൈബ്രറി കാണാൻ വേണ്ടിയിട്ട് ലൈബ്രറീൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ. നമ്മൾ ലൈബ്രറിയുടെ ഓഡിയോ വിഷ്വൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി 3:30ക്കാണ് ഷോ.
ഇപ്പം എത്ര 3:30 ഇപ്പം തുടങ്ങും. ഓരോ മണിക്കൂർ ഇടപെട്ടിട്ടാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമ്മളെ ആ വിഷ്വൽ ലൈബ്രറീൻ്റെ ഉള്ളിൽ കയറിയിട്ടേ കിട്ടിയ എക്സ്പീരിയൻസ്. ഒരു അരമണിക്കൂർ ഫുൾ AC-ലിരിക്കുക. 50 രൂപയുടെ ഇവിടെ ഭയങ്കര പട്ടിയുടെ ശല്യം ഉണ്ട് കേട്ടോ. ജസ്റ്റ് സ്കിപ്പിനെങ്കിലും കടി മിസ്സായി പോകണം. ഒരു അരമണിക്കൂർ ഫുൾ AC-ൽ 50 രൂപ ടിക്കറ്റ് എടുത്ത് വെറുത്താണ്. ശരിക്കും പറഞ്ഞാൽ ക്യാമറക്കും കൂടെ 100 രൂപ എടുക്കണം. ഞാൻ 50 രൂപ എടുത്തുള്ളൂ. പക്ഷെ എന്താണ് അടിപൊളിയുണ്ട്. അരമണിക്കൂർ തഞ്ചാവൂരിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതിനുള്ളിൽ കയറിയതുപോലെ തിയേറ്ററില്ലേ, AC തിയേറ്റർ, പുഷ് ബാക്ക് സീറ്റൊക്കെ ഉള്ളത് അടിപൊളിയായിരുന്നു. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീണ നിർമ്മിക്കുന്ന സ്ഥലത്ത് പോകണേന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകും. 6:30ക്കാണ് ട്രെയിൻ. അവിടെ നേരെ എറണാകുളം. അപ്പോൾ നമുക്ക് ആ വീണ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ഒരു പട്ടിയുണ്ട്. ഇവിടെ പട്ടിയുടെ ശല്യം സീനാട്ടോ. ജസ്റ്റ് എസ്കേപ്പിന് എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു പട്ടി പോയത്. കടി കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മറാത്ത പാലസ് ഓർ തഞ്ചാവൂർ പാലസ്. ഗൈസ് ഇതാണ് തഞ്ചാവൂരിലെ ടൂറിസ്റ്റ് സ്പോട്ട്സ് കേട്ടോ. ഈ ലിസ്റ്റ് വേണമെങ്കിൽ നോക്കി വെച്ചോ. തഞ്ചാവൂർ വരുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഇവിടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് റൂട്ട് മാപ്പ്. അപ്പോൾ ഇതേ തഞ്ചാവൂർ പാലസിനോട് വിടാം. നമ്മൾ നേരെ ആ മറ്റേ സരസ്വതി വീണ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകണേണ്. ഇത് ഭയങ്കര ടാസ്ക് എന്താണെന്ന് അറിയാം. യൂട്യൂബിനും ഇൻസ്റ്റയ്ക്കും കൂടെ വേണ്ടി നമ്മൾ വീഡിയോ എടുക്കണേയല്ല. ഒരു ഫോണുണ്ട്, രണ്ടും മാറി എടുക്കൽ ചടങ്ങാണ്. ഒരു ഇൻസ്റ്റാ 360 ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് റീഫ്രെയിം ചെയ്യായിരുന്നു. അതേപോലെ നിങ്ങൾ തഞ്ചാവൂർ വന്നതിനെ മിസ് ചെയ്യാൻ പാടാത്ത മറ്റൊരു സ്ഥലമാണ് ഈ വീണ നിർമ്മിക്കുന്ന സ്ഥലം. തഞ്ചാവൂർ എന്ന് പറയുന്നത് വീണ നിർമ്മാണത്തിൽ ഭയങ്കര പേര് കേട്ടൊരു സ്ഥലവും കൂടിയാണ്. ഇവിടെ മറാത്ത പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീണ നിർമ്മിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ വാങ്ങിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതൊക്കെ കാണുവാനും സാധിക്കും. അവരോട് അനുവാദം ചോദിച്ചിട്ട് മാത്രം അകത്ത് 30,000 മുതലാണ് വീണകളുടെ വില വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തഞ്ചാവൂർ വന്നാൽ വീണ നിർമ്മിക്കുന്ന സ്ഥലം മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടതാണ്. കാരണം അതിനുള്ളത് തന്നെ ഉണ്ട്. അവരുടെ ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ ഞാൻ ഇതും കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീണ നിർമ്മിക്കുന്ന സ്ഥലം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു തഞ്ചാവൂർ. കാരണം അത്രയ്ക്കും റീൽസിലും വീഡിയോസിലും നമ്മൾ കാണുന്നതാണ് ഈ വീണ നിർമ്മാണത്തിൻ്റെ ഈ സ്ഥലം. ഗൈസ് അപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ ഈ ചെറിയൊരു ഓലമീന ഷെഡിലുള്ളതാണ് നമ്മുടെ വീണ മേക്കിംഗ് കേട്ടോ. സരസ്വതി വീണയൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ്. തഞ്ചാവൂർ ഒരുപാട് സ്ഥലമുണ്ട്, അതിലൊരു സ്ഥലമുണ്ട് അത്. അപ്പോൾ നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പട്ടി ഉണ്ടെന്ന് പറയേണ്ട, ഒരു അറ്റാക്കിംഗ് ഡോഗ്. അത് ഇവിടെ കണ്ടില്ല ഭയത്തിന്, അതുകൊണ്ട് നൈസായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ വന്നവർ ഇതൊന്ന് കയറി കാണാം. അവരോട് പെർമിഷൻ ചോദിക്കുക. ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കേട്ടോ കയറാൻ. വെറുതെ ഓടിച്ചൊന്ന് കയറി കഴിഞ്ഞാൽ അവർ വെറുതെ വായിലിരിക്കണ കിട്ടും. ഇവിടെ കുറേ അണ്ണാനുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ ആ പട്ടിയാന്ന്. നൈസായിട്ട് ഈ താവളത്തിൽ നമുക്ക് ഇറങ്ങിപ്പോവാം. തഞ്ചാവൂരെ അത്യാവശ്യം നല്ലൊരു സ്വീറ്റ്സ് കിട്ടുന്ന ഷോപ്പാണ് ദിവ്യ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഷുഗർ കട്ടായതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് ഒരു സ്വീറ്റ്സ് വാങ്ങിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വന്നതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ദിവ്യ സ്വീറ്റ്സ്. അത് നമ്മൾ പാലസിലേക്ക് പോണ വഴി തന്നെയാണ്. ഓപ്പോസിറ്റ് വസന്ത് എന്ന് പറഞ്ഞൊക്കെ ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ദിവ്യ സ്വീറ്റ്സ്. എന്നോട് രണ്ടുപേർ പറഞ്ഞായിരുന്നു അവിടെ കയറണമെന്ന്. പക്ഷേ ഞാൻ അവിടെ കയറിയിട്ട് എന്ത് കാണിക്കാനാണ്. അപ്പോൾ തിരിച്ച് ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇപ്പോൾ എത്രയായി? 4:30 പിന്നെ എത്ര 5:30 6:30 2 മണിക്കൂറുണ്ട്. വേറെ എവിടെയും 2 മണിക്കൂർ കൊണ്ട് പോകാൻ പറ്റില്ല. അതാണ് പാലസിൻ്റെ അവിടെ നിന്ന് നടന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴേക്കും ബസ്സിന് നമ്മുടെ കാക്കനാട് ബസ്സിന് എങ്ങനെ തിരക്ക് വിചാരിച്ച്. അപ്പോൾ വന്നവയ്ക്ക് ഇത് മജസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഒരു വലിയ തുണിക്കടയാന്ന് തോന്നുന്നു. കളർ നോക്കിയാൽ മഞ്ഞ കളർ അല്ല. അപ്പോൾ നടന്ന് നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. 6:30 ട്രെയിൻ. എൻ്റെ പൊന്നോ ചത്തിട്ട കൈസ്. ഭയങ്കര വെയിലാണ്. വെയിൽ നമുക്ക് സീനില്ല, കാരണം നമ്മൾ വെയിലിൽ കുരുത്തവരാണ്. പക്ഷേ എന്നാലും തീയിൽ കുരുത്തവരാണ്, വെയിലത്ത് പാടില്ലെന്നല്ലേ. എൻ്റെ പൊന്നോ അവന്മാരുണ്ട്. ഒരു ബൈക്കിൽ 4 പേരാ. നൊത്ത് പിള്ളേരാണ് ഇവിടുത്തെ.
ഒരുപാട് കടകളുണ്ട്. തഞ്ചാവൂരിൻ്റെ തെരുവുകളിൽ കൂടി നടന്ന് മതിയായി, സത്യം പറയാല. ഇത് നമ്മളൊരു 500 രൂപ ബഡ്ജറ്റ് ആണെങ്കിലും ഇല്ലേ, ഒരു 10-700 രൂപയൊക്കെ ആയാലും നമുക്ക് അടിപൊളിയാക്കാം. കാരണം ഞാനിന്ന് ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല. രാവിലെ 11 മണി കഴിഞ്ഞപ്പോഴാണ് ആ മസാല ദോശയും ഫിൽറ്റർ കോഫി അടിച്ച്, അത് കഴിഞ്ഞ് 2 ഏത്തപ്പഴം കഴിച്ചു, മതി, വെള്ളവും കുടിച്ച്. അപ്പോൾ ഇനി വൈകുന്നേരം ട്രെയിനിൽ കയറാൻ നേരത്തെ എന്തെങ്കിലും വാങ്ങിച്ച് ട്രെയിനിൽ കയറിയിട്ട് ഡിന്നർ കഴിക്കുക. വീണ്ടും ഏത്തപ്പഴം സ്റ്റോക്ക് ചെയ്താൽ വന്നേ, അപ്പോൾ അത് കഴിച്ചാൽ മതി. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. നല്ല കടയും കണ്ടില്ല, മാത്രമല്ല ഫുഡ് കഴിക്കാനുള്ള ടൈമും ഇല്ല. നമ്മൾ ഒരു 1 ഡേ ട്രിപ്പാണല്ലോ. ഇന്ന് രാവിലെ വന്നു, വൈകുന്നേരം ട്രെയിനിൽ പോകണം. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കവർ ചെയ്യണമായിരുന്നു. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് പോണത്. ഞാൻ നടന്നു വന്നപ്പോഴേ ഇതിവിടെ നല്ല ഒഴുക്കുള്ള ഒരു കനാല, നദിയോ, നല്ല ഒഴുക്കുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നൈസ്. നടന്നു വന്നപ്പോഴേ റാംരാജിൻ്റെ ഒരു കിട്ടില്ല ഷോറൂം ഉണ്ട് കേട്ടോ ഇവിടെ. റാംരാജിൻ്റെ അടിപൊളി, നല്ല കളർഫുള്ളാണ്. അപ്പോൾ കുറച്ചും കൂടെ അല്ല ലൈൻ കമ്പി, കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. നടക്കണം നല്ലതാ, പക്ഷെ വെയിലാണ് പ്രശ്നം. ഇവിടുത്തെ ബസ്സിൽ കയറി പോണത് നല്ലത് നടന്നു പോണതാ. ബസ് ഭയങ്കര തിരക്കാണ്. ഷെയർ ഓട്ടോ കിട്ടണമെങ്കിൽ 3-4-5 പേരൊക്കെ വേണം, അല്ലെങ്കിൽ 2-3 പേരെങ്കിലും വേണം. ആ സോളോ ഇങ്ങനെ ഒറ്റക്കായതുകൊണ്ട് അവന്മാർ 100, 80, 120 പറയണം. എന്തിനാണ്? റോട്ടിൽ നോക്കി കുറേ ചെരുപ്പൊക്കെ ഇട്ട് വയ്ക്കണ നോക്കി. ബാർ ദൂരെ ഇന്ത്യയുടെ ഒരു കൊടി കാണാം. ബസ്സിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? എനിക്കെന്തായാലും നല്ല സമയമുണ്ട്, പതുക്കെ നടന്നായി. പിന്നെ ഇവിടെ വന്നവര് മാക്സിമം കാശ് കൈ കരുതിക്കോട്ടാ. ഇവിടെ ജീപ്പയുടെ പരിപാടി കുറവാണ്. പെട്ട് ഞാൻ ലോക്കായതാണ്. വെളുത്തുള്ളിയൊക്കെ 100 രൂപ. നമ്മുടെ നാട്ടിലെ റേറ്റ് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. കൊള്ളാം തമിഴ്നാട്. ഇനി അടുത്ത് നമുക്ക് മധുരയ്ക്ക് പോകേണ്ടത്. മധുരയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റൊക്കെ പൊട്ടിച്ച് ഫുള്ള് ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം. ഇത് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നാൽ. ഇനി നമ്മൾ കുറച്ചധികം സ്ഥലത്തൊക്കെ പോകാൻ പ്ലാനുണ്ട്. ഗൈസ്, അങ്ങനെ സ്റ്റേഷനിലെത്തി ഒരു ലിംക വാങ്ങിച്ച്, ഒരു ലിംക്കയും ഏത്തപ്പഴവും കഴിച്ച് ഇവിടെ ഇരിക്കുക. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കുക, ട്രെയിനിൽ കയറാറാകുമ്പോൾ അത് രാത്രി കഴിക്കുക. അതാണ് ഇപ്പോൾ പ്ലാൻ. ഇവിടെ സ്റ്റേഷനിലുണ്ട് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എല്ലാം പണിയാട്ടോ, ഫുള്ള് പൊളിച്ചിട്ടേക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടോ. രാവിലെ 6:30 ആയപ്പോഴേക്കും എറണാകുളം എത്തി. ഞാൻ നോർത്തിലിറങ്ങിയ അതെ. അപ്പം നമ്മളങ്ങോട്ട് പോയ അതേ വണ്ടി തന്നെയാണ് കാരക്കൽ എക്സ്പ്രസ്. അതിലാണ് തിരിച്ചു വന്നത്. അങ്ങനെ നമ്മുടെ 1 ഡേ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അതേ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം കേട്ടോ. നോർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് പോകണാണ്. അപ്പോൾ 1 ഡേ ട്രിപ്പ് പോകാനായിട്ട് പറ്റുമെന്ന് ഞാൻ നോക്കിയതാണ്. അതായത് ജസ്റ്റ് ബഡ്ജറ്റ് ആയിട്ട്. ഞാൻ സത്യം പറയാല്ല, എനിക്ക് 550 രൂപയായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ്. സ്കിപ്പ് ചെയ്തത് വേറെ ഒന്നുമല്ല, രാവിലെ മതിയാക്കി കഴിച്ചുകൊണ്ടാണ് അവൻ ഉച്ചക്ക് സ്കിപ്പ് ചെയ്തത്. നിങ്ങൾ അതും കൂടെ അടിപൊളിയായിട്ട് കഴിക്കുവാണെങ്കിൽ ഒരു 650-700 രൂപ മതി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പോയിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19-ാം തീയതി രാത്രി 10:25 കാരക്കൽ എക്സ്പ്രസ്സിലാണ്. പിറ്റേ ദിവസം രാവിലെ 6:30 നമ്മളവിടെ എത്തി. ഓക്കെ, 9:00 നമ്മളവിടെ എത്തി. രാത്രി 10:00 കയറിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ രാവിലെ 9:00 എത്തി. അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വൈകുന്നേരം
6:30 ആയപ്പോൾ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം 6:30 ആയപ്പോഴേക്കും എത്തി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ജേണി ഇഷ്ടപ്പെട്ട് നമ്മുടെ തഞ്ചാവൂരിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.